കശ്മീരിലെ ഈ ആക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും? അതിഭീകരമായിരിക്കും. ഈ ഭീകരന്മാർക്ക് ഭീകരമായി തന്നെ ആ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കാനാണ് സാധ്യത. കാരണം നമുക്കറിയാം എങ്ങനെയാണ് പുൽവാമയിലും ഉറിയിലും ഒക്കെ നമ്മൾ തിരിച്ചടി കൊടുത്തതെന്നുള്ളത്. ആദ്യം ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. ആ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേഖലയിലേക്ക് കടന്നു ചെന്ന് അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം അതിലേക്ക് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഒരു ജീവൻ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെടാതെ കൃത്യമായ രീതിയിൽ അവിടെ സിവിലിയൻസ് പോലും അറിയാത്ത രീതിയിലാണ് ഓപ്പറേഷൻ നടത്തി തിരിച്ചു വന്നത്. നമുക്ക് ഉറി എന്ന് പറയുന്ന സിനിമ കണ്ടാൽ മനസ്സിലാവും. ആ സിനിമ കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ സിനിമയെ ചിത്രീകരിക്കുന്ന രീതിയിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ പ്രായോഗികതയുടെ രീതിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അതായത് ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു, അവിടെ ചെല്ലുന്നു, കൃത്യമായ ഓപ്പറേഷൻ നടത്തുന്നു. ഇതിനു മുമ്പും നമ്മൾ ഇപ്പോൾ മ്യാൻമാറിൽ ഇതുപോലെ ചില കേന്ദ്രങ്ങളുണ്ടായിരുന്നു തീവ്രവാദികളുടെ. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുന്നത് അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഉറിയിൽ, അതിനുശേഷമാണ് പുൽവാമയിൽ ബലാക്കോട്ട് നമ്മൾ ആക്രമിക്കുന്നത്. ഇതിനകത്ത് പാകിസ്ഥാൻ്റെ പങ്കാണ് ഏറ്റവും പ്രധാനം. പാകിസ്ഥാൻ്റെ പങ്കിൽ യാതൊരു സംശയമില്ല. ലഷ്കർ ഇ തോയ്ബയാണ്, അവരുടെ പ്രാദേശിക വിങ്ങാണ് ഇതിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാം. കാരണം ആക്രമണം ഉണ്ടായി, സൈന്യം അലർട്ടാവും, ഈ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ പോവും, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ശ്രദ്ധ പോകും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഉറിയിൽ നിന്ന് ഇന്ന് രാവിലെ വന്ന വാർത്ത 2 നുഴഞ്ഞുകയറ്റക്കാരെ വധിച്ചു എന്നുള്ളതാണ്. ബാരാമുള്ള സെക്ടറിലെ ഉറിയിൽ. അപ്പോൾ ഈ ഉറി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർഘടമായ ഒരു ഭൂപ്രദേശമാണ്. അവിടെ കൂടെ നുഴഞ്ഞു കയറാനായിട്ട് അവർക്ക് എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചിരിക്കാനും കടന്നു വരാനും ഒക്കെ ഒരുപാട് കഴിയുന്ന പ്രദേശമാണ്. പക്ഷേ ഈ നുഴഞ്ഞുകയറ്റത്തിനെ ചെറുത്ത് നിന്ന് തോൽപ്പിച്ച വലിയ ചരിത്രം ഇന്ത്യക്കുണ്ട്. അത് വലിയ ഓഫീസർമാരുൾപ്പെടെ ജവാന്മാർ മുതൽ ഓഫീസർമാർ വരെ വലിയ ആൾക്കാർ, വലിയ ധീരന്മാരായ മനുഷ്യർ അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. ഹങ്കപ്പൻ ദാദ എന്ന് പറയുന്ന ഒരു ആസാർ റെജിമെൻറ്റിൻ്റെ ഒരു സൈനികൻ്റെ ജീവത്യാഗം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം അദ്ദേഹം നിരവധി നുഴഞ്ഞുകയറ്റക്കാരെ 3-4 പേരെ വധിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് കീഴടങ്ങിയത്. അത്രയും ത്യാഗോജ്വലമായ ചെറുത്തുനിൽപ്പ് നുഴഞ്ഞുകയറ്റത്തിനെതിരെ, ഇൻഫിൽട്രേറ്റേഴ്സിനെതിരെ നമ്മൾക്ക് കൃത്യമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെറുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവർ ഇതിനകത്തുള്ള, അതായത് രാജ്യത്തിന് അകത്ത് പല മേഖലയിലായി ആയുധങ്ങൾ രഹസ്യമായി എത്തിച്ച് അവിടെ തീവ്രവാദികൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് അവരെ പറഞ്ഞയച്ച് ആക്രമണം നടത്തുന്നത്. ഇതിൽ കാശ്മീർ സ്വദേശികളും പാകിസ്ഥാൻ സ്വദേശികളും അടക്കമുണ്ടെന്നാണ് 7ഓളം പേരെയാണ് ഉണ്ടായിരുന്നെന്ന് സ്ഥിരീകരിച്ചത്. നമ്മൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ സൈന്യത്തിനും ഇൻ്റലിജൻസിനും ഒക്കെ, മിലിറ്ററി ഇൻ്റലിജൻസിനും ഒക്കെ വിവരം കിട്ടിക്കാണും ഇവർ ആരൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാരാണ് ഇതിനകത്ത് ആക്രമണം നടത്തിയെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആസൂത്രണം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യാക്രമണത്തിൻ്റെ ഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. മോദി സൗദി അറേബ്യയിൽ നിന്ന് സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ന് രാവിലെ തിരിച്ചെത്തി. അടിയന്തരമായി വിമാനത്താവളത്തിൽ തന്നെ യോഗം ചേരുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിയാണ്. തിരിച്ചടി കൊടുക്കാനാണ്. പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ തന്നെ അവരവിടെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ തിരിച്ചടി എപ്രകാരമായിരിക്കും എന്നുള്ളതിന് നമുക്ക് 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. ഒരു എയർ സ്ട്രൈക്ക്. കാരണം നമുക്ക് കഴിഞ്ഞ എയർ സ്ട്രൈക്കിനകത്ത് ഈ ബലാക്കോട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവണമെന്നുമില്ല. കാരണം അവർക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് പോയി അടിച്ചിട്ട് വരാനുള്ള സാധനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ എയർഫോഴ്സിൻ്റെ കയ്യിലുണ്ട്. റഫേൽ അടക്കമുള്ള സാധനങ്ങളുണ്ട്. അവർക്ക് അറിയാൻ പോലും കഴിയില്ല ഏത് മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ആക്രമണം വരുന്നത്. പോരാത്തത് നമ്മുടെ മിസൈൽ സിസ്റ്റം ഉണ്ട്. മിസൈൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായി ഇന്ന പോയിന്റിൽ ആ ബിൽഡിങ്ങിന് പോലും കേടുവരാതെ അതിനകത്തേക്ക് ആക്രമണം നടത്തി ശത്രുവിനെ കൊല്ലാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ഇസ്രായേലുമായി സഹകരിച്ച് നമ്മളത് വികസിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃത്യമായി ഒരു മേഖലയിലെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞാനൊരു പദ്ധതി ഇന്ത്യ മിക്കവാറും ചെയ്യാനിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് കൃത്യമായി ഇവരുടെ ഹൈഡ് ഔട്ടുകൾ ഉറി അറ്റാക്കിന് ശേഷം ചെയ്തതുപോലെ ആ ഹൈഡ് ഔട്ടുകൾ കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കും. ആ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ഇന്ത്യക്ക് കൃത്യമായ ധാരണ ഉണ്ടാവും. അത് കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ടെറിട്ടറിക്കുള്ളിലാണെങ്കിൽ കൂടി അതടിക്കും. പക്ഷെ അതിന് മുൻപ് ഇന്ത്യ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങി കാണും. ഇതിൽ നിന്ന് കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് ചെയ്യാൻ കഴിവുള്ള ആരൊക്കെ എന്നെന്ന് വന്ന് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ബാരക്കിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ അവരോടെ ഞങ്ങൾ മുഴുവൻ റെഡിയാണ്, ഇപ്പോൾ ഇറങ്ങാം എന്ന് പറയും. അതാണ് രാഷ്ട്രീയ റൈഫിൾസ്. വീരത ഓർ ദൃഢത, അതാണ് അവരുടെ ആപ്തവാക്യം. കരുത്തും ധീരതയും
അവർക്ക് യാതൊരു മടിയുമില്ല അതിന്. അവിടെ ഇറങ്ങിച്ചെന്ന് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ പോയി അടിച്ചിട്ട് വരണമെന്ന് അവർ ചോദിക്കും. ഞങ്ങൾ പോയിട്ട് വരാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും മരിക്കില്ല, പോയിട്ട് വരാമെന്ന് പറയും. അത്രയും കരുത്തുള്ള രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ശക്തന്മാരുണ്ട്. ഗാദ കമാൻഡോസിൻ്റെ ഇൻഫൻട്രിയിലുള്ള പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ മതി. മറ്റേ ചൈനയുടെ തല പിടിച്ച് ചരിച്ച ഇങ്ങനെ ഓരോന്നിനായിട്ട് പിടിച്ച് പൊട്ടിച്ചാ വിട്ടത്. അതുപോലെ ഈ ഇന്ത്യക്ക് കൃത്യമായിട്ട് തിരിച്ചടിക്കാൻ കഴിയും. ആദ്യം ഇന്ത്യ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം, ഇന്ത്യക്കകത്തുള്ള ഹൈഡൗട്ടുകൾ, തീവ്രവാദ കേന്ദ്രങ്ങൾ, തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന മേഖലകൾ, അവരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ കാശ്മീരിൽ തന്നെയുണ്ട്. മിക്കവാറും ഇത് പാകിസ്ഥാനിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളായിരിക്കില്ല, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലായിരിക്കും പല പ്രദേശങ്ങളും ഉണ്ടായിരിക്കുക. കൂടാതെ എനിക്ക് തോന്നുന്നത് ചൈന ഇപ്പോൾ ഇവരുടെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ലീസിന് എടുത്തിരിക്കുന്ന, അവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ചൈന ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ പല മേഖലകളിലും ഇതുപോലെ ഇൻഫിൽട്രേഴ്സിനെ ട്രെയിൻ ചെയ്ത് അയക്കുന്നതായിട്ട് ഉള്ള വിവരങ്ങൾ ഇൻ്റലിജൻസിനുണ്ട്. അവർ പല മാധ്യമങ്ങളിലും, അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ചൈനയുടെ സഹായം കൃത്യമായിട്ടുണ്ട്. ഈ ചൈനീസ് മേഖലകളിൽ കൂടെ ഇവർക്ക് നുഴഞ്ഞു കയറാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം ആ മേഖലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും വലിയ ദുർഘടമായ മലമ്പ്രദേശങ്ങളാണ്. അതായത് ഹിമാലയത്തിൻ്റെ ഏതാണ്ട് ഒരു വടക്കൻ മേഖലയിൽ ഏറ്റവും മുകളിലായിട്ടുള്ള പ്രദേശങ്ങൾ. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് തെക്ക് വടക്ക് കിഴക്കൻ മേഖല, അതായത് കാശ്മീരിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് അവർക്ക് കാശ്മീരിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മൾ അവിടെയും നമുക്ക് കൃത്യമായിട്ടുള്ള ഫോഴ്സ് ഉണ്ട്, ചെറുത്ത് നിൽക്കാനുള്ള ശക്തിയുണ്ട്, സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ മേഖലകൾ അവർ കൂടുതൽ കേന്ദ്രീകരിക്കും. കാരണം പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ പാകിസ്ഥാനിലും ആയിരിക്കും സ്വാഭാവികമായിട്ട് ഇവരുടെ ഹൈഡൗട്ടുകൾ എന്നുള്ള ധാരണയാണ് പൊതുവേ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ. അതല്ലാതെ ആണെങ്കിൽ കൂടി തന്നെ പാകിസ്ഥാൻ്റെ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഇൻഫിൽട്രേഴ്സിൻ്റെ ക്യാമ്പുകൾ ഇല്ലെങ്കിൽ ട്രെയിനിങ് സെൻ്ററുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതൊന്നുമല്ല, പാകിസ്ഥാന് ഇതിനകത്ത് മുഖ്യമായ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പാക് സൈന്യത്തിന് ഈ പറയുന്ന സാധാരണഗതിയിലുള്ള പോലെ അല്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാക് സൈന്യത്തിന് ഈ തീവ്രവാദികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. സാധാരണഗതിയിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പാക് താലിബാൻ സെപ്പറേറ്റ് ആണ് നിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ റെഗുലർ സോൾജേഴ്സാണ്. അവരെയാണ് പറഞ്ഞയച്ചത്. അവരാണ് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയതും അവിടെ ഈ പറയുന്ന രാജ്യത്ത് മൊത്തം സൃഷ്ടിച്ചതും പാകിസ്ഥാനികളാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനികൾക്ക് പാകിസ്ഥാനികളോട് ഭയങ്കര വിരോധമാണ്, വലിയ വിരോധമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ ഈ അടുത്ത സമയത്തെല്ലാം തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും പാകിസ്ഥാന് വലിയ നഷ്ടം ഉണ്ടാവുകയും 100-ലേറെ പേരെ മരിച്ചു എന്നാണ് അനൗദ്യോഗിക വിവരങ്ങൾ. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി തന്നെ പാകിസ്ഥാൻ ആർമിക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കും കൃത്യമായ കയ്യും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടി ചിലപ്പോൾ പാകിസ്ഥാനായിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകും. ആ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ പിന്നെ ഏത് അർത്ഥത്തിൽ ബാക്കി ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമാണ്. പാകിസ്ഥാൻ ഈ പറയുന്ന ആണവശക്തിയാണെന്നൊക്കെ അവകാശപ്പെടുന്നതില്ലേ, പക്ഷേ ഈ സാധനം പൊട്ടട്ടെ, അത് പൊട്ടൂലല്ലോ, പൊട്ടിക്കാനുള്ള ശേഷി അവർക്കില്ലല്ലോ. ചൈന കൊടുത്ത സാധനം പൊട്ടിച്ചു, അതുള്ള പൊട്ടിക്കാനുള്ള ശേഷി അവർക്കില്ല. അപ്പം ഇത് പൊട്ട് മുമ്പ് തീരുമെന്നുള്ളതാണ്. ഒരു വിസിലടിക്കുന്ന സമയം കൊണ്ട് സിന്ധും ബലൂചിസ്ഥാനും രണ്ടാവും, അത് 2 സ്വതന്ത്ര രാജ്യങ്ങളാവും. പിന്നെ ഇസ്ലാമാബാദ്, അത് കറാച്ചിയിൽ നിന്ന് കത്തിയതുപോലെ 3 അല്ല 9 ദിവസം നിന്ന് കത്തും. അതായിരിക്കും ഇന്ത്യ കൊടുക്കുന്ന പണി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൽ ഈ തീവ്രവാദികളുടെ അവസ്ഥ ഓർത്ത് ഇപ്പോ വല്ലാത്ത ഒരു ആശങ്കയാണ്. കാരണം എന്താണ് ഇവന്മാർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ സൈനികരെല്ലാം അലർട്ടായി, ഇന്ത്യയുടെ കാവൽക്കാരൻ നരേന്ദ്രമോദി അലർട്ടായി, അമിത്ഷാ അലർട്ടായി, എല്ലാവരും ഇങ്ങനെ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അവിടെ എത്തി ഇവന്മാരെ തീർത്തോന്ന് പോലും നമുക്കറിയില്ല. അജിത് ദോവൽ പണ്ടൊരിക്കൽ പറഞ്ഞിട്ട്, തീവ്രവാദികൾ നമ്മൾ ആക്രമിക്കുന്നതിന് മുമ്പ് അവരടുത്ത് കരഞ്ഞോളാൻ പറയും. കാരണം അല്ല, നമ്മൾ ആക്രമണം തുടങ്ങിയ പിന്നെ കരയുള്ള സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കരഞ്ഞോ, ആക്രമണം തുടങ്ങിയ പിന്നെ കരയുള്ള സമയം കിട്ടില്ല, അതിന് മുമ്പേ ചാവും. ഒരു ആവേശത്തിന് പുറത്തു കയറി ചെയ്തു പോയതായിരിക്കും. പക്ഷെ തിരിച്ച് ഇന്ത്യയോടാണ് എന്നുള്ളത് ചെയ്തതിന് ശേഷമായിരിക്കും ഓർമ്മ വന്നത്. ഇനി ഇവന്റെ ഒക്കെ അവസ്ഥ ദയനീയമായിരിക്കും. അതായത് തിരിച്ചടി ഉറപ്പാണ്.